സാറേ, ഏറ്റവും പുതിയൊരു വാർത്ത കണ്ട എല്ലാവരെയും ഞെട്ടിക്കുന്നൊരു വാർത്തയാണ്. അത് നമ്മുടെ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്നാണ് വാർത്ത വന്നത്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുട്ടി 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സ്വന്തം സീനിയറായൊരു വിദ്യാർത്ഥിയെ കൊന്നിരിക്കുന്നു എന്ന വാർത്ത. സാറേ, അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പങ്കുവെക്കാമോ? ഇത് ശരിക്കും ഞെട്ടിക്കുന്നതാണ്. ഇത് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ അമേരിക്കയിലെ ചില സ്കൂളുകളിൽ തോക്കുമൊക്കെ ആയി ചെന്നിട്ട് ചില വിദ്യാർത്ഥികൾ വെടിവെക്കുന്നു എന്നൊക്കെ പറഞ്ഞു. കാരണം അവിടെ തോക്കിൻ്റെ ലൈസൻസ് വളരെ ലിബറലാണല്ലോ. അപ്പം അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്ന ഈ ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യ വികസിച്ചോ എന്നുള്ളൊരു വലിയ സംശയം ആണ് തോന്നുന്നത്. അപ്പോൾ 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ ഈ ജൂനിയറായ ആള് 8ാം ക്ലാസ്സുകാരൻ, പക്ഷേ ഈ മൈനറാണല്ലോ വിദ്യാർത്ഥി, ഇയാൾക്ക് പക്ഷെ വേറെ ചില ആളുകളുടെ സഹായവും കിട്ടിയിട്ടുണ്ട് എന്ന് വാർത്തകളിൽ സംശയം പറയുന്നുണ്ട്. ഇത് അഹമ്മദാബാദിൻ്റെ അടുത്ത് ഖോഖ്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് 7th അഡ്വന്റിസ്റ്റ് സ്കൂളാണ്. 7th ഡേ അഡ്വന്റിസ്റ്റുകളുടെ സ്കൂളുകളിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ കുറ്റസമ്മതം വേറൊരു കുട്ടി ഇവനുമായിട്ട് ഈ വിവരം അറിഞ്ഞിട്ട് നീ ആരെങ്കിലും കൊന്നോ എന്ന് ചോദിച്ചൊരു ചാറ്റ് ചെയ്യുന്നുണ്ട്. ആ ചാറ്റ് ഇപ്പം കിട്ടിയിട്ടുണ്ട് പോലീസിന്. കത്തി കൊണ്ടാണ് കുത്തിക്കൊന്നിരിക്കുന്നത് 10ാം ക്ലാസ്സുകാരൻ 8ാം ക്ലാസ്സുകാരൻ. അപ്പോൾ ആ ചാറ്റിൽ ഉള്ള ചാറ്റ് ഞാനൊന്ന് വായിക്കാം. ചാറ്റിൽ ഈ പ്രതിയായ കുട്ടിയോട് 8ാം ക്ലാസ്സുകാരനോട് സുഹൃത്ത് ചോദിക്കുന്നു. ആ ചാറ്റ് ഹിന്ദിയിലാണ്. നീ ഇന്ന് എന്തെങ്കിലും ചെയ്തോ? ഉവ്വ്. കുത്തിയോ? ആര് പറഞ്ഞു? 1 മിനിറ്റ് എന്നെ ഒന്ന് വിളിക്കൂ. പ്രതി: ഇല്ല, ഞാൻ വിളിക്കില്ല, ഞാൻ സഹോദരൻ്റെ കൂടെയാണ്, അവനറിയില്ല. അവനെ സഹോദരൻ അറിഞ്ഞിട്ടില്ലെന്ന്. അപ്പോൾ സുഹൃത്ത് പറയാ, അവൻ മരിച്ചുപോയി, നീ കുത്തിയാളെ മരിച്ചുപോയി എന്നങ്ങോട്ട് പറയുക. അപ്പോൾ പ്രതി ചോദിക്കുന്നുണ്ട് ഇതെങ്ങനെ അറിഞ്ഞു എന്ന്. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട് നമ്മുടെ കോമൺ ഫ്രണ്ടിനെ കണ്ടു വഴിയിൽ വെച്ച്, അങ്ങനെയാണെന്ന്. അപ്പോൾ പ്രതി പറയുന്നു, അവനോട് പറ ഞാൻ കൊന്നു. അവന് എന്നെ അറിയാം, ഇപ്പോൾ തന്നെ പറഞ്ഞേക്ക് കൊന്നത് ഞാനാണെന്ന്. അപ്പോൾ സുഹൃത്ത് ചോദിക്കുന്നു, കൂട്ടുകാരൻ ശരിക്കും എന്തുണ്ടായി? കാരണം ചോദിക്കുകയാണേ. അപ്പോൾ ഈ പ്രതിയായ ചെക്കൻ പറയണം, നീ ആര്, നിനക്ക് എന്നെ എന്ത് ചെയ്യാൻ കഴിയും എന്നൊക്കെ അവൻ ചോദിച്ചു. അതാണ് കാരണം. അപ്പോൾ ഈ കൂട്ടുകാരൻ ചോദിക്കണു, അതിന് അവനെ കൊല്ലണോ? നിനക്ക് തല്ലിയാൽ പോരായിരുന്നോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പ്രതിയായ കുട്ടി പറയുക, സംഭവിച്ചതൊക്കെ സംഭവിച്ചു. അപ്പോൾ കൂട്ടുകാരൻ അങ്ങോട്ട് പറയണം, നീ ഒരു കാര്യം ചെയ്യും, നീ ഒളിവിൽ പോ, എന്നിട്ട് ഈ ചാറ്റ് ഡിലീറ്റ് ചെയ്യും. ഉപദേശം കൊടുക്കുകയാണ്. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ 7th ഡേ ഖോഖ്ര 7th ഡേ അഡ്വന്റിസ്റ്റ് സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ ചൊവ്വാഴ്ച കുത്തുകയാണ്. രാത്രി ആ വിദ്യാർത്ഥി മരിക്കുന്നു. ബുധനാഴ്ച രാവിലെ എനിക്ക് തോന്നുന്നത് ഈ കൊല്ലപ്പെട്ട കുട്ടി സിന്ധിയാണെന്ന് തോന്നുന്നു. കാരണം സിന്ധി സമുദായത്തിൽപ്പെട്ട കുറേ ആളുകൾ, വേറെ ആളുകളുമൊക്കെ, വേറെ പാരൻസും ഒക്കെ സ്കൂളിൽ കൂടി, വലിയ ആൾക്കൂട്ടം. എന്നിട്ട് ഈ സ്കൂൾ കയ്യേറിയിട്ട് സ്കൂളിൻ്റെ ബസ്സുകൾ കത്തിച്ചു, സ്കൂളിൻ്റെ കാറുകൾ കത്തിച്ചു, ഇരുചക്ര വാഹനങ്ങൾ കത്തിച്ചു, അവിടുത്തെ ലാബുകൾ, ലൈബ്രറി തുടങ്ങി എല്ലാം ആക്രമിച്ചു. അപ്പോൾ ഈ മൈനറായ ഈ കുട്ടിയെ ഈ കൊന്നല്ലോ, ആ കുട്ടിയെ ഒരു മുതിർന്ന ആൾ സഹായിച്ചു എന്ന് പോലീസ് മനസ്സിലാക്കിയിട്ടുണ്ട്. സ്കൂളിന് തൊട്ട് പുറത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. സ്കൂളിലല്ല, തൊട്ട് പുറത്താ. പക്ഷെ അതിൻ്റെയൊക്കെ തന്നെ വളപ്പായിട്ട് വരും. 7 മൈനർമാർ ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിവരം. അപ്പോൾ ഈ കുത്തുന്നവന് വേറെ ആളുകളും സഹായിച്ചിട്ടുണ്ടാവും. കാരണം സീനിയറായ ഒരാളെ കുത്തണമെന്നുണ്ടെങ്കിൽ കുറച്ച് സഹായം വേണമല്ലോ. അതെ, കുട്ടികളുടെ ഒരു തരം ഗാങ് വാറാണോ? ഒരു ഗാങ്ങിൽ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ സ്കൂളിൻ്റെ പ്രിൻസിപ്പലോ മറ്റോ
ഈ സ്കൂളിലേക്ക് വെള്ളം കൊണ്ടുവരുമല്ലോ, വാട്ടർ അപ്പോൾ ഈ കുടിനീര് കൊണ്ടിരുന്ന ഒരു ടാങ്കർ സ്കൂളിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് തെളിവുകൾ നശിപ്പിച്ചു. പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. സ്കൂളുകാര് ഒരു ടാങ്കറിൽ വെള്ളം വരുത്തിയിട്ട് തെളിവുകൾ നശിപ്പിച്ചു, ചോരക്കറയൊക്കെ ഒഴുക്കി കളയുക, അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്തതായിട്ടും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. നമ്മൾ ഈ ചാറ്റ് ഞാൻ വായിച്ചല്ലോ, ഇതിൽ നിന്ന് ഈ അങ്ങോട്ട് സംസാരിച്ച കുട്ടിയുടെയും ഇങ്ങോട്ട് കുറ്റകൃത്യം ചെയ്ത കുട്ടിയുടെ മാനസികാവസ്ഥ മാഷ് ഇത്തരം കുട്ടികളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അതെ, ഇതിൻ്റെ ഒരു പ്രശ്നം സാർ, നമ്മുടെ കൺട്രോളിലല്ല ഒന്നാമത് ഇപ്പോൾ ഈ കുട്ടികളുടെ ഒരു മനസ്സ്. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു മുതിർന്ന ആൾക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത ക്രൈമാണ്, കുട്ടികളുടെ ക്രൈം ചിന്തകളാണ് ഇപ്പോൾ മനസ്സിലുള്ളത്. പിന്നെ ഒന്നാമത്തെ കാര്യം, ഈ കുട്ടികളുടെ പണ്ടൊക്കെ നമ്മൾ കൂടുതൽ ഒരു ക്രൈം സ്റ്റോറി വായിക്കുന്നതിനേക്കാൾ മാരകമാണ് ക്രൈം കാണുന്നത്. നമ്മുടെ കുട്ടികളുടെ മനസ്സിലൊക്കെ അതുണ്ട് ഒന്ന്. പിന്നെ വേറൊന്ന്, എത്ര ക്രൂരകൃത്യം ചെയ്യാൻ യാതൊരു അറപ്പുമില്ല കുട്ടികൾക്ക്. പിന്നെ വേറൊന്ന്, ഇവരുടെ കയ്യിൽ കളിക്കുന്ന ഗെയിംസ് ഇല്ലേ, ആ ഗെയിംസിൽ പബ്ജി എന്നൊക്കെ പറയുന്നതൊക്കെ ഒരുപാട് പേരെ കൊല്ലുന്നത്. അത് എന്ത് ഗംഭീരമായിട്ടാണ് അവർ ആസ്വദിക്കുന്നതെന്നറിയോ. ഇപ്പം ഞാനിന്നിപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ ജേർണലിസ്റ്റുകൾ എന്ന സാറിനും അറിയാലോ, ജുഗുപ്സ ഉണ്ടാക്കുന്ന കാഴ്ചകളും വാർത്തകളും ഒക്കെ നമ്മൾ എഡിറ്റ് ചെയ്തല്ലേ കൊടുക്കുകയുള്ളൂ. ഇപ്പോൾ ഇന്നലെ ആലോചിച്ച് നോക്കും, ഇപ്പോൾ അതിൻ്റെ ഒരു കൾച്ചർ മാറിയത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടു, വീഡിയോ. ഒരു കുട്ടിയുടെ മേലിൽ ഒരു ലോറി ഭാരം വഹിച്ചു കൊണ്ടുപോകുന്ന ഒരു ലോറി കുട്ടിയുടെ മേൽ കയറിയിട്ട് ആ കുട്ടി മരിക്കുകയാണ്. അങ്ങനെ മരിച്ചു എന്ന വാർത്ത പോലും നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു സംഗതിയാണ്. എന്നിട്ട് അത് കാണിക്കുകയാണ്. ഇത് കാണിക്കുമ്പോൾ വേറൊരു പ്രശ്നം ഞാനിപ്പോൾ കാണുന്നുണ്ട്. ഇത് ഒരു തവണയല്ല കാണിക്കുന്നത്, ആവർത്തിച്ച് കാണിക്കുക. തീർച്ചയായിട്ടും ഒരു 2 മിനിറ്റ് ഈ ന്യൂസ് ബുള്ളറ്റിൻ ഉണ്ടെങ്കിൽ ആ 2 മിനിറ്റ് ഇത് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അതെ, ഇത് കണ്ട് സർ, കണ്ട് ഒന്നാമത്തെ കാര്യം നമുക്ക് ആ ഒരു അറപ്പ് തീരുന്നു. 2, ഇത് നമ്മൾ ഭീകരവാദികളൊക്കെ സ്വീകരിക്കുന്ന രീതിയാണ് കേട്ടോ. ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ബൈക്കിൽ ഇരുന്നിട്ട് ഓടുന്ന പട്ടിയെ കൊന്നു കാണിക്കുക, ഇങ്ങനെ കൊന്നിട്ട്. മാത്രമല്ല, ഈ നമ്മുടെ നാട്ടിൽ ഈ ഇസ്ലാമിക തീവ്രവാദം കേരളത്തിൽ വന്ന കാലത്ത് ഓർമ്മയുണ്ട്, 93 കാലത്തൊക്കെ ഈ NDF-കാരൊക്കെ ചെയ്തിരുന്നൊരു പണിയാണത്. കല്യാണ വീടുകളിൽ പോയിട്ട് ഇവരെന്താ ചെയ്യാന്നറിയോ, കല്യാണ വീടുകളിൽ അറവ് അവിടെ തന്നെ രാത്രി നടക്കും. ഒരു പോത്തിനെ ഒക്കെ അറുത്തിട്ട് അതിൻ്റെ മുഴുവൻ ഇറച്ചിയാണ് വേവിക്കുക. അപ്പോൾ ഇവരെ അവിടെ ഒന്നും കാണൂല, ഇവിടെ പുറത്തല്ല ഇവരെ കാണുക. ഈ അറവ് നടക്കുന്നിടത്ത് നിർബന്ധമായിട്ട് അവിടെ പോകണം. എന്നിട്ട് അതിനെ കൈയും കാലും കെട്ടിയിടുക, തള്ളിയുടെ പിടിച്ചു വെച്ചു കൊടുക്കുക, അറുക്കാൻ സഹായിക്കുക, എന്നിട്ട് ഈ ചോര ചീറ്റുന്നത് കാണുക, എന്നിട്ട് അതിനെ തൊലി പൊളിച്ചെടുക്കുക. മനസ്സിലായില്ലേ? ഇത് ഈ കാഴ്ച മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അത് അറപ്പ് മാറ്റുന്നൊരു പ്രക്രിയയാണ്. ഞാൻ പറയുന്നത് ലോകത്തിലെ ക്രിമിനൽസൊക്കെ ഉപയോഗിക്കുന്ന ഒരു മാർഗം കൂടിയാണത്. അപ്പോൾ ഇത് സംഭവിക്കുന്നുണ്ട്. 8ാം ക്ലാസ് ആണ് സർ, ക്യാച്ച് ദ യങ് എന്ന് പറയുന്നത്. ഇപ്പോൾ അതാണല്ലോ അതിൻ്റെ പോളിസി. ഇപ്പോൾ കൊച്ചുകുട്ടികളുടെ ഭാഗത്ത്, പിന്നെ ചില കുട്ടികളുടെ മാനസികാവസ്ഥ ഒരച്ഛൻ്റെ മക്കളാണെങ്കിൽ തന്നെ വ്യത്യാസമുള്ളവരുണ്ടാവും. അവനെ എളുപ്പത്തിൽ ഇതിലേക്ക് വഴക്കാൻ പറ്റും. 8ാം ക്ലാസ്സിലുള്ള കുട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടുത്തെ പ്രായം അനുസരിച്ചാണെങ്കിൽ 13 വയസ്സൊക്കെ ഉള്ള കുട്ടിയായിരിക്കുമല്ലോ. 13 വയസ്സുള്ള കുട്ടിക്ക് കത്തി എടുത്തിട്ട് കുത്തിയിട്ട് ഒരു ചേട്ടനെ കൊല്ലാൻ, ഒരു ചേട്ടൻ എന്ന് വെച്ചാൽ 2 വയസ്സ് കൂടുതലുള്ള ഒരുത്തനെ കൊല്ലാൻ കഴിയുന്നു എന്ന് പറയുന്നതാണ് പ്രശ്നം. കൊന്നു എന്നുള്ളതല്ല, എങ്ങനെ സാധിക്കും, അത് പ്രശ്നമാണല്ലോ. അമേരിക്കയിൽ ഇത് തോക്കാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഈ ഗുജറാത്തിലേക്ക് ഒരു അവസ്ഥയിൽ കത്തിയാണ്. നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ തോക്കും ഒക്കെ അവൈലബിൾ ആയിരിക്കും നമ്മുടെ കുട്ടികളുടെ കയ്യിലൊക്കെ. ആ തരത്തിലാണ് ഇത് നടക്കുന്നത്. അപ്പോൾ ഇത് എന്താ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു നമ്മൾ സംഭവിക്കുന്നത്, എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ഇവരുടെ മനസ്സിൽ മനുഷ്യനല്ലാത്തൊരു ജീവാന്തരം, എന്താ അതിന് പറയുക, ഒരു മെറ്റമോർഫസിസ് നടക്കുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ നമ്മളൊരു ജീവി എന്ന നിലയിൽ മനുഷ്യരൂപം ഉള്ളപ്പോഴും അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു മാറ്റമുണ്ട്. അതിനെ മൃഗീയം എന്നൊക്കെ വിളിക്കുന്നത് മൃഗങ്ങൾ വല്ലതും ചെയ്യും. അപ്പോൾ അതല്ലാത്തൊരു സാധനമായിട്ട് മാറുന്നുണ്ടേ നമ്മുടെ ഉള്ളിലുള്ള ജീവികൾ. ഇത് ഇപ്പോൾ എല്ലാ മേഖലയിലും അതുണ്ട്. അതായത് എന്തോ കാരണവശാൽ 10ാം ക്ലാസ്സുകാരനും 8ാം ക്ലാസ്സുകാരനും തമ്മിലൊരു ശണ്ട. നീ എന്നെ എന്ത് ചെയ്യും, നീ ആര് എന്നൊക്കെ ചോദിക്കുന്നത് സിമ്പിളായ കാര്യമല്ലേ അത്. നീ ഒന്ന് തോണ്ടൂടാ, എൻ്റെ മൂക്കിലും തോണ്ടിടാ എന്നൊക്കെ പറയുന്നത് സിമ്പിളായി എത്ര കണ്ടതാണ്. അതൊക്കെ ബാല്യം കടന്നു പോരുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതല്ലേ. പക്ഷെ ഇത് കൊല്ലാൻ മാത്രമായിട്ടുള്ളൊരു പക ഇങ്ങനെ ഈ മനസ്സിലിരുന്ന് വിങ്ങുന്നത് എങ്ങനെ എന്നുള്ള, അത് ഇൻഡിവിജ്വൽ ആവണേ. എനിക്ക് തോന്നുന്നു ഒന്നിപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് പക വരാൻ കാരണം വേണ്ട, നിസ്സാരമെന്ന് തോന്നുന്ന കാരണം പോലും വേണ്ട പക വരാൻ. 2, പക വന്നാൽ എന്ത് ചെയ്യണം എന്നതിന് യാതൊരു നിയന്ത്രണവും ഇല്ല. 3,
ആത്മഹത്യ ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഭൂമിയിൽ ഏറ്റവും ധൈര്യം വേണ്ട സംഗതി ആത്മഹത്യയാണല്ലോ. അതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇത് മുഴുവൻ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി. യൂട്യൂബിലെല്ലാം ഉണ്ട്. ചിലപ്പോൾ സിനിമാ പാട്ടുകളായിരിക്കും, വേറെ ചില ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നവർ മുഴുവൻ പറയുന്നത് പച്ചത്തെറിയ ആണ്. ഇതല്ലേ നമ്മുടെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നതല്ലേ. മീഡിയ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് സാർ. ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ കാരണം ഇന്നിപ്പോ വിനോയ് തോമസ് എന്ന് പറഞ്ഞൊരു എഴുത്തുകാരൻ മനോരമയിൽ എഴുതിയിട്ടുള്ളൊരു ലേഖനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം അധ്യാപകനാണ് സ്കൂളിൽ. അപ്പോൾ കുട്ടികളോട് യേശുദാസ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് വലിയ പിടിയൊന്നുമില്ല. ഈ നമ്മുടെ അറിയില്ല, വലിയ പാട്ടുകാരനാണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇവരെ അറിയണമല്ലോ. അതിനുവേണ്ടി നിങ്ങൾ നാളെ പോയിട്ട് ഹോംവർക്ക് യേശുദാസിനെ പറ്റി ഒരു ചെറിയ ലേഖനക്കുറിപ്പ് എഴുതി കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. കുട്ടികൾ എഴുതി കൊണ്ടുവരുന്നത് മുഴുവൻ വിനായകൻ യേശുദാസിന്റെ തന്തയ്ക്ക് വിളിച്ച കാര്യമാണ്. അവർ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയതാണ്. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളത് അതാണല്ലോ, അതല്ലേ കിട്ടുക. റീസെന്റ് പാസ്റ്റ് അതല്ലേ വരിക. ആരെ കുറ്റം പറഞ്ഞിട്ട് എന്താണ് കാര്യം സാർ? ഇതൊക്കെ നമ്മള് അക്രമം, സ്പർദ്ധ, പിന്നെ ആളിനെ ഇങ്ങനെ കൊല്ലാം, ഇതൊക്കെ ഇപ്പൊ നോക്കിയാൽ അപ്പൊ തന്നെ കിട്ടും. സെർച്ച് ചെയ്താൽ കിട്ടാനുണ്ട്. അതാണ് ഇവരുടെ മാതൃക. അതാണല്ലോ ഇപ്പൊ ഞങ്ങൾ അധ്യാപകരും കൊടുക്കുന്ന അതാണ്. അധ്യാപകർ കൊടുക്കുന്ന സെമിനാർ പേപ്പർ എന്ന് പറഞ്ഞാൽ കുട്ടികളോട് സെർച്ച് ചെയ്ത് കൊണ്ടുവരാനാണ് പറയണത്. ഞാൻ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിമാരെ കുറിച്ചൊരു സാറിനോട് പറഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നും. കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിമാരെ കുറിച്ചൊരു തിസീസ് അല്ലെങ്കിൽ ഒരു സെമിനാർ പേപ്പർ മിക്ക കുട്ടികളും കൊണ്ടുവന്ന ആദ്യത്തെ ചിത്രം ഏതാണെന്നറിയോ? ആ നിയമസഭയുടെ മുകളിൽ മുണ്ടും കുത്തി മടക്കിയിട്ട് ശിവൻകുട്ടി നടക്കുന്ന ചിത്രമാണ് ഇവരെ ആദ്യം ഒട്ടിച്ചിരിക്കുന്നത്. കവർ ഫീച്ചർ അങ്ങനെയുള്ള സെമിനാർ പേപ്പർ ഉണ്ടാക്കുക. 4 ഫോറം ഉണ്ടാവും അതിൽ, കവറിൽ ഇതാണ് കുട്ടികൾ കാണുന്നത്. അതുകൊണ്ട് മീഡിയ നമ്മുടെ കുട്ടികളുടെ മനസ്സിനെ എങ്ങനെ മാറ്റിമറിക്കുന്നു, സംസ്കാരത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു. ഈ കാഴ്ച എന്ന് പറയുന്നൊരു സംസ്കാരം ഉണ്ടല്ലോ, അത് നമ്മുടെ മാനവികതയെ, നമ്മുടെ എത്തിക്സിനെ, നീതിബോധത്തെ ഒക്കെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നമ്മൾ ഗുജറാത്തിൽ നിന്ന് കണ്ട ഈ ചിത്രം. ഇത് വലിയ ദുഃഖം കൊണ്ടാണ് നമ്മൾ രണ്ടുപേരും ചർച്ച ചെയ്തത്. തീർച്ചയായിട്ടും ദുഃഖം കൊണ്ടാണെന്ന് മാത്രമല്ല, അത് ഇന്ത്യ പോലെ വലിയ സാംസ്കാരിക പൈതൃകമുള്ളൊരു രാജ്യത്ത് വേറെ രാജ്യത്തിനെയൊക്കെ അനുകരിക്കുക എന്ന് പറഞ്ഞാൽ കഷ്ടമാണ്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ആ ഞെട്ടലാണ് നമ്മൾ പ്രേക്ഷകരോട് പങ്കെടുക്കുന്നത്. കാരണം 15 വയസ്സുള്ള ഒരു കുട്ടി ഒരു മെത്രാനെ ഒരു ജർമ്മനിയിൽ ആക്രമിച്ചത് ഓർക്കുന്നുണ്ട്. 15 വയസ്സുള്ള ഇത് എങ്ങനെ എന്ന് നമ്മൾ ആലോചിച്ച് ഒരു 3 മാസം കഴിയുമ്പോൾ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സംഭവം. തീർച്ചയായിട്ടും വല്ലാത്തൊരവസ്ഥയാണത്. എല്ലാവരും ഈ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആന്തലുണ്ടല്ലോ, നമ്മുടെ ആന്തൽ, അത് നമ്മുടെ മക്കളെക്കുറിച്ചുള്ള ആന്തലാണ്, നമ്മുടെ രാജ്യത്തെക്കുറിച്ചുള്ള ആശങ്കയുമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.